വെൽക്കം ടു അവർ ന്യൂ വീഡിയോ. ഞങ്ങളതേ ഒരു പുതിയ വീഡിയോ ആയിട്ട് എത്തിയിട്ടുണ്ട്. ഇന്നുണ്ടാക്കുന്നത് ഒരു ബനാന കേക്കാണ്. ഇതിനു വേണ്ടി സാധനങ്ങൾ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ നിങ്ങൾക്ക് ഓരോന്നോരോന്നായിട്ട് കാണിച്ചു തരാം എന്തൊക്കെ ഞങ്ങൾ എടുത്തു വെച്ചേക്കട്ടെ എന്നുള്ളത്. ആദ്യമായിട്ട് ബനാന വേണം, നമ്മുടെ പഴം. ഈ പഴത്തിന് രണ്ട് പഴം മതി. ഇതിന് ഞാൻ ഇപ്പോൾ എടുത്തു വെച്ചേക്കുന്ന ഓരോന്നായിട്ട് കാണിച്ചു തരാം. മൈദയുണ്ട്, മൈദ ഒരു കപ്പ് എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ 1/2 കപ്പ് ബ്രൗൺ ഷുഗർ എടുത്തേക്കുന്നത്. പിന്നെ തൈര് എടുത്തിട്ടുണ്ട്. ഓയിൽ ഒരു 80 ml, കറുവാപ്പട്ട പൊടിച്ചു വെച്ചത്, ഉപ്പ് കുറച്ച് ആവശ്യത്തിന് എടുക്കാനുള്ളതാ, കിസ്മിസ്, കുറച്ച് കാഷ്യൂനട്ട്, ബേക്കിംഗ് പൗഡറും വെനില എസൻസും നമുക്ക് ഇതിനകത്ത് മെയിനായിട്ട് ചേർക്കാൻ വേണ്ട സാധനങ്ങൾ. ഇത്ര സാധനങ്ങളാണ് നമ്മൾ റെഡിയാക്കി എല്ലാം വച്ചേക്കുന്നത്. ഇതിനി എങ്ങനെ മിക്സ് ചെയ്യണമെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഡ്രൈ ആയിട്ടും വെറ്റായിട്ടും മിക്സ് ചെയ്യണം, അത് ഓരോന്നായിട്ട് പറഞ്ഞു തരാം. ഇനി നമുക്ക് ഇത് എങ്ങനെ പ്രിപ്പയർ ചെയ്യണമെന്ന് നോക്കാം. ഇത് ശരിക്കും ഒരു ബനാന കേക്ക് എയർ ഫ്രയറിൽ എങ്ങനെ എളുപ്പത്തിൽ ഉണ്ടാക്കാം എന്നുള്ളതാണ്. എഗ്ലെസ് ആണ്. ഇതിനി പ്രിപ്പയർ ചെയ്യാനായിട്ട് നമുക്ക് വേണ്ടത് ബനാന 2 എണ്ണം എടുത്ത്, ഇത് ആദ്യം നമ്മൾ വെറ്റാണ് ഉണ്ടാക്കുന്നത്, വെറ്റായിട്ടുള്ള ഐറ്റംസ് ആദ്യം ഉണ്ടാക്കുന്നത്. ഞാൻ ഇപ്പൊ ആദ്യം 2 ബനാന എടുത്തിട്ട് അത് നന്നായിട്ട് ഉടച്ചെടുക്കുക ചെയ്യുന്നത്. ഇത് നല്ലതായിട്ട് എടുത്ത് നാരൊക്കെ ഞാൻ കുറച്ചൊക്കെ ഒന്ന് കളഞ്ഞ് ഉടച്ചെടുത്തിട്ട് വേണം എടുക്കാനായിട്ട്. ഞാൻ ഈ 2 ബനാന ഇതിലോട്ടിട്ടു. ഇനിയിപ്പോൾ ഞാൻ ഈ മുറിച്ചെടുത്ത ബനാനയെ നന്നായിട്ടൊന്ന് മാഷ് ചെയ്യുകയാണ്. ഇതിനെ ഞാനിപ്പോൾ ഫോർക്ക് വെച്ച മതി മാഷ് ചെയ്യുന്നത്. നന്നായിട്ട് ഉടഞ്ഞെടുക്കണം. ഇത് ശരിക്ക് കുറച്ച് സമയം എടുത്ത് നന്നായിട്ട് ഉടച്ചെടുക്കണം. ഇപ്പൊ ഈ ബനാന നന്നായിട്ട് ഉടഞ്ഞ് നല്ല രീതിയിലായിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതെന്നാ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ, ഇതിനകത്തോട്ട് എടുത്തു വെച്ചേക്കുന്ന നമ്മുടെ പഞ്ചസാര, ബ്രൗൺ ഷുഗർ എല്ലാം ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. പഞ്ചസാര എടുത്ത് ഈ പഴത്തിൻ്റെ മിക്സിൻ്റെ കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇത് മിക്സ് ചെയ്യുമ്പോൾ ഒരു പഞ്ചസാര ഒന്ന് ഇതായിട്ട് നല്ലൊരു വെറ്റായിട്ട് ലൂസായിട്ട് വരും. ഇപ്പം ഈ മിക്സിനകത്ത് നന്നായിട്ട് ഇത് മിക്സ് ആയിട്ടുണ്ട്. ഇനി ഈ മിക്സിനകത്തേക്ക് നമ്മൾ തൈര് ഒഴിച്ചു കൊടുക്കുക. നമ്മൾ ആക്ച്വലി ഇത് മുട്ട ഒഴിക്കുന്നതിന് പകരമാണ് നമ്മൾ ഈ തൈര് ഒഴിക്കുന്നത്. തൈര് ഒഴിച്ച് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ചെയ്യുന്നത്. ഈ തൈരിനെ നമ്മൾ നന്നായിട്ട് ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്യണം. ഞാൻ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക ഇങ്ങനെ. ഇനി ഇത് മിക്സ് ശരിക്കും ആയിന്നിടം വരെ ചെയ്തിട്ട് ഇനി നമ്മൾ ഇതിനകത്തേക്ക് ഓയിൽ 80 ml ഒഴിക്കുകയാണ്. ഈ ഓയിൽ ഞാൻ ഒഴിച്ചു കൊടുത്തു. ഈ ഓയിലിന് പകരം നമുക്ക് വേണമെങ്കിൽ ബട്ടർ യൂസ് ചെയ്യാം. ഞങ്ങളിപ്പോൾ ഓയിലാണ് യൂസ് ചെയ്യുന്നത്. ഓയിൽ ഒഴിച്ച് ശരിക്കും പിന്നെ ഒന്നുകൂടെ മിക്സ് ആക്കുക. ഇത് നല്ലതായിട്ട് ഒരു തിക്ക് കൺസിസ്റ്റൻസി ബാറ്റർ ആക്കുന്നിടം വരെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക. ഈ മിക്സിലേക്ക് നമ്മൾ ഇനി ഒരു 1/2 ടീസ്പൂണ് എസൻസ്, വെനില എസൻസ് ഒഴിക്കുക. ഒരു 1/2 സ്പൂൺ എടുത്തിട്ട് 1/2 സ്പൂൺ ഇതിനകത്ത് ഒഴിച്ചിട്ട് ഇനി ഇത് ഒന്നുകൂടെ മിക്സ് ചെയ്യുക. ഇനി നമ്മുടെ വെറ്റായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം മിക്സ് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിനെ ഞാനിപ്പോൾ ഒരു സൈഡിലോട്ടൊന്ന് മാറ്റി വെച്ചിട്ട് ഇനിയിപ്പം ഡ്രൈ ആയിട്ടുള്ള സാധനങ്ങൾ എടുക്കുകയാണ്. ഡ്രൈ ആയിട്ട് എടുക്കാനുള്ള നമുക്ക് ആദ്യം മൈദ എടുത്തിട്ട് ഞാനിപ്പോൾ ഒരു പാത്രത്തിലേക്ക്, 1 കപ്പ് മൈദയാണ്, ഇതൊരു പാത്രത്തിലേക്ക് അരിച്ചെടുക്കാനാണ് പോണേ. ഈ മൈദയുടെ കൂടെ ഞാൻ ഇടുന്നത് ഒരു 1/2 സ്പൂണ് കറുവാപ്പട്ട. ഞാനൊരു ഇച്ചിരി കൂടുതലാണ് ഇടുന്നത്. 1/2 സ്പൂണിനെക്കാട്ടി ഇച്ചിരി കൂടെ കൂടുതൽ. മിക്സ് ചെയ്യുമ്പോൾ ഇച്ചിരി ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഞാൻ ഒരു 1/2 സ്പൂൺ കറുവാപ്പട്ട എടുത്തു. പിന്നെ ഇനിയും വേണ്ടത് ഒരു 2 നുള്ളു ഉപ്പ്. 2 നുള്ളു ഉപ്പിട്ടു. ഇതിനകത്തേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ കൂടെ ഇടുകയാണ്. ഇത് കൂടി ഇട്ടിട്ട് ഇനിയിപ്പോൾ ഇത് മിക്സ് ചെയ്യാൻ പോവുക. ഇതൊന്ന് അരിച്ചെടുക്കുക. ഇതിങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് അരിച്ചെടുക്കുമ്പോൾ അത് ഒരുപോലെ ഈവനായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളിത് അരിച്ചെടുക്കുക. ഇതിനി അരിച്ചെടുത്തിട്ട് വേണം നമുക്ക് ബാറ്റർ ഉണ്ടാക്കാനായിട്ട് കേക്കിൻ്റെ. ഇപ്പം നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസും വെറ്റായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് റെഡി ആയിട്ടുണ്ട്. വെറ്റായിട്ടുള്ള ഇതിനകത്തോട്ട് നമ്മളിനി ഈ മൈദയുടെ ഇതിനെ പൗഡർ ആയിട്ട് ചേർത്ത് വെച്ചേക്കുന്ന മൈദയുടെ കൂടെ ചേർത്ത് വെച്ചേക്കുന്ന ബേക്കിംഗ് പൗഡറും കറുവാപ്പട്ടയും പൊടിയരച്ചത് എല്ലാം കൂടെ ചേർത്ത് വെച്ചേക്കുന്ന ഇതിനെ നമ്മൾ ഇനി ഇതിനകത്തോട്ട് ചേർത്ത്, ഈ ബാറ്ററിനകത്തോട്ട് ചേർത്ത് മിക്സ് ചെയ്യാൻ പോവുക. കുറേശ്ശെ ഇട്ടിട്ട് വേണം മിക്സ് ചെയ്യാനായിട്ട് നമുക്ക്. ഞാൻ ഇപ്പോൾ ഒരു കുറച്ച് ഇതിനകത്തോട്ട് ഇടുക ഈ പൊടിയെ. ഇനി ഈ പൊടി ഇട്ടിട്ട്
ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പൊ വിസ്ക് വെച്ചാ ചെയ്യുന്നേ, മിക്സ് ചെയ്യുന്നേ. ഞാൻ ഇച്ചിരി ബൗൾ വെച്ചിട്ട് ഒന്ന് വലുതാക്കാൻ വേണ്ടി ഇച്ചിരി ഒരു വലിയ ബൗളിനകത്തോട്ട് ബാറ്റർ ഒന്ന് മാറ്റിയായിരുന്നു, അല്ലെങ്കിൽ മിക്സ് ചെയ്യാൻ നേരം ബുദ്ധിമുട്ടാകുന്നല്ലോ എന്ന് ഓർത്തിട്ട്. ഇത് കുറച്ച് മിക്സ് ചെയ്ത് കൊടുക്കും. ഇതിനി ബാക്കി ഇരിക്കുന്ന പൗഡറും കൂടി ഇതിനകത്തോട്ട് ചേർത്തിട്ട് ബാക്കിയും കൂടെ ചേർത്ത് മിക്സ് ചെയ്യാൻ പോവുക. ഈ മുഴുവൻ പൗഡർ ഞാൻ ഇട്ടിനകത്ത് ഇതെല്ലാം കൂടി ഒരുമിച്ച് ഇനി മിക്സ് ചെയ്തെടുക്കുക. ഇനി മിക്സ് ആക്കി എടുത്ത് നമുക്കിനി ബാക്കി സാധനങ്ങളൂടെ ചേർക്കണം. ഇത് നമ്മുടെ ബാറ്റർ കറക്റ്റായിട്ട് മിക്സ് ആയിട്ട് റെഡി ആയിട്ടിരിപ്പുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ചേർക്കാനുള്ളത് കുറച്ച് കിസ്മിസാ. അത് നമ്മുടെ ആവശ്യത്തിന്, അത്യാവശ്യം എത്രയും ബാറ്റർ നമ്മൾ എടുക്കുന്നു അത് നോക്കിയിട്ട് കുറച്ച് കിസ്മിസ് ഇട്ടു. ഇനി അതിനെ ഒന്നുകൂടെ മിക്സ് ചെയ്തെടുക്കുക ചെയ്യുന്നത്. ബാറ്ററിനകത്തോട്ട് കിസ്മിസും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് ജസ്റ്റ് ഒരുപാടിട്ട് മിക്സ് ചെയ്യണ്ട, അത്യാവശ്യം ഒന്ന് മിക്സ് ചെയ്ത് വെച്ചു. ഇനി ഞാനിത് ഇങ്ങനെ തന്നെ ഇവിടെ വെക്കുകയാണ്. ഇനിയിപ്പോൾ ചെയ്യാൻ പോകുന്ന അടുത്ത നമ്മുടെ സ്റ്റെപ്പ്, നമ്മുടെ ട്രേ എടുത്തു, കേക്ക് ബേക്ക് ചെയ്യാനുള്ള ട്രേ എടുത്തു വെച്ചിട്ട് ഈ ട്രേ നമ്മൾ ഗ്രീസ് ചെയ്ത് കൊടുക്കുക. ആദ്യം നമ്മൾ ട്രേ തന്നെ ഒന്ന് ഗ്രീസ് ചെയ്തു കൊടുത്തിട്ട് ഞാൻ ഇപ്പം ഇത് ഗ്രീസ് ചെയ്യുക. കുറച്ച് എണ്ണ എടുത്തിട്ട് എല്ലാ സൈഡും നന്നായിട്ടൊന്ന് തേച്ച് കൊടുക്കുക. ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ നമ്മൾ ഇതിന്റെ മേളിൽ ഒരു ശകലം ബട്ടർ പേപ്പർ, നമ്മുടെ പാർച്ച്മെന്റ് പേപ്പർ ഇതിനകത്ത് ഇട്ടിട്ട് അതിന്റെ മേളിലും ഒന്നുകൂടെ ഒന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് കറക്റ്റായിട്ട് ഇത് അടിയിലൊന്നും ഒട്ടും പറ്റാതെ തന്നെ കൃത്യമായിട്ട് നമുക്കത് എടുക്കുമ്പോൾ നല്ല എളുപ്പം ഉണ്ടായിരിക്കും. അതുകൊണ്ട് നന്നായിട്ടിത് കട്ട് ചെയ്ത് വെച്ചേക്കുന്ന ഈ ഷേപ്പ് കട്ട് ചെയ്ത് വെച്ചിട്ട് എടുത്തിട്ട് ഇതിപ്പോൾ ഞാൻ ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ നന്നായിട്ട് തന്നെ ഗ്രീസായി. ഇനി ചെയ്യാനുള്ളത് ഗ്രീസ് ചെയ്ത് വെച്ച ട്രേയിലേക്ക് ഈ ബാറ്റർ ഈവനായിട്ട് ഒഴിച്ചു കൊടുക്കണം. ഒരു അരയ്ക്ക് മേളിൽ ഒരു ഓൾമോസ്റ്റ് മുക്കാലാണ് ഞാനിപ്പോൾ ഒഴിക്കുന്നതിനകത്ത്. എന്നിട്ട് ഇത് ഒരേപോലെ നമ്മൾ ലെവലിലാക്കി എടുക്കണം. നമ്മുടെ ബാറ്റർ ട്രേയിലായിട്ടുണ്ട്. ഇനി ഞാനിത് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ തട്ടി ജസ്റ്റ് ഒന്ന് ലെവൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇനി ചെയ്യാനുള്ള ഏക പണി നമുക്ക് ഡെക്കറേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇവിടെ ഞാൻ ഇത് കാഷ്യൂനട്ട് വെച്ചിട്ടുണ്ട്. കാഷ്യൂനട്ട് വെച്ച് ഓരോ സൈഡായിട്ട് ഡെക്കറേഷൻ പിന്നെ അവനവൻ്റെ ചോയ്സ് അനുസരിച്ച് നമുക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഞാനിപ്പോൾ വലിയ ഇതിലൊന്നുമല്ല, ജസ്റ്റ് ഒന്ന് അടുപ്പിച്ചടുപ്പിച്ച് കുറച്ച് കാഷ്യൂസ് സൈഡിലോട്ട് വെച്ച് ഡെക്കറേറ്റ് ചെയ്യുക. നമ്മൾ എല്ലാം റെഡിയാക്കി ബാറ്റർ കംപ്ലീറ്റ് വെച്ച് ഡെക്കറേഷൻ എല്ലാം ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിത് എയർ ഫ്രയറിലോട്ട് വെച്ചിട്ട് കുക്ക് ചെയ്താൽ മാത്രം മതി. അതിന് മുമ്പായിട്ട് എയർ ഫ്രയർ നമുക്കൊന്ന് ജസ്റ്റ് പ്രീഹീറ്റ് ചെയ്തെടുക്കണം. ഇനി നമുക്ക് എയർ ഫ്രയർ പ്രീഹീറ്റ് ചെയ്തെടുക്കാം. ഞാനിത് പ്രീഹീറ്റ് ചെയ്യുക. ഒരു 180 ഡിഗ്രി ചെയ്യുകയാണ്. 180 ടെമ്പറേച്ചർ 180 ഡിഗ്രി തന്നെ ചെയ്തിട്ട് ഒരു 5 മിനിറ്റ്സ്. ആയി 180 5 മിനിറ്റ്സ് പ്രീഹീറ്റ് ചെയ്തു. ഇപ്പൊ നമ്മുടെ എയർ ഫ്രയർ പ്രീഹീറ്റ് ആയിട്ടുണ്ട്. നമ്മൾ കേക്ക് ഒഴിച്ച് ബാറ്റർ ട്രേക്കകത്ത് വെച്ചിട്ട് അത് കുക്ക് ചെയ്യാനായിട്ട് കേക്കിന് വേണ്ടിയിട്ട് അകത്തേക്ക് വെച്ചേക്കുക. എയർ ഫ്രയർ വെച്ചു. ഇനി നമ്മൾ ഓണാക്കി ടെമ്പറേച്ചർ 180 ഡിഗ്രിയാണ് വെക്കുന്നത്. ഇനിയിപ്പോൾ ടൈം വെക്കുന്നത് 30 ആണ്. മിനിറ്റിൽ സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. ടൈം 30 മിനിറ്റ് വെച്ചു. 180 ഡിഗ്രി 30 ടൈം വെച്ചിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ കേക്ക് ബേക്കിംഗ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഞാൻ 30 മിനിറ്റ്സ് ആണ് വെച്ചേക്കുന്നത്. ഇപ്പൊ ഇനി ഇടയ്ക്ക് നമുക്കൊരു 25 മിനിറ്റ്സ് ആയി കഴിയുമ്പോൾ നമുക്ക് ഇടയ്ക്കൊന്ന് പോസ് ചെയ്തൊന്ന് തുറന്ന് നോക്കുന്നത് നല്ലതാ. കാരണം അത് ഓവർ കുക്ക്ഡ് ആകുമോ എന്തെങ്കിലും ചെയ്യാതിരിക്കുന്നതിൽ ബെറ്റർ ആയിട്ട് ഒന്നുകൂടെ ഒന്ന് ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കി ഒരു സ്റ്റിക്ക് വെച്ചൊന്ന് കുത്തി നോക്കുക. അപ്പം കുക്കിംഗ് ഓക്കെ ആണെങ്കിൽ നമുക്കറിയാം സ്റ്റിക്ക് വെച്ച് കുത്തി കഴിയുമ്പോൾ അതിൽ ഒട്ടി പിടിക്കത്തില്ല. കൃത്യമായിട്ട് സ്റ്റിക്ക് നമുക്ക് തൊട്ട് കഴിയുമ്പോൾ അറിയാം, കൃത്യമായിട്ട് അത് ഇതായിക്കോളും, റെഡി ആയിക്കോളും. അപ്പൊ നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. പുറത്തെടുത്ത് വെച്ചിട്ടുണ്ട്, പ്ലേറ്റിനകത്ത് ഇളക്കിയെടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ഒരു കേക്കാണ്, എഗ്ലെസ് ബനാന കേക്ക്. നിങ്ങൾക്കും ട്രൈ ചെയ്യാവുന്നതേ ഉള്ളൂ. നല്ല കേക്കാണ് ഇത്. ആക്ച്വലി നമ്മൾ കുക്കിംഗ് ടൈം 30 മിനിറ്റ്സ് ആണ് വെച്ചിരുന്നത്. പക്ഷെ ഒരു 28 മിനിറ്റ് ആയപ്പോഴത്തേക്ക് കറക്റ്റ് ആയിട്ട് കുക്കായി. അപ്പൊ ഇടയ്ക്ക് ചെക്ക് ചെയ്യണം. പിന്നെ നമ്മുടെ അക്കോർഡിംഗ് നമ്മുടെ എത്ര കുക്കിംഗ് എന്നുള്ളത് നമുക്ക് നോക്കുമ്പോൾ അറിയാമല്ലോ, അത് കുത്തി നോക്കുമ്പോൾ അറിയാം. അപ്പൊ ആ ഒരു പരുവം വെച്ച് ഒരു 30 മിനിറ്റ്സ് മാക്സിമം ഈ ഒരു
അളവിന്. ഇനി നമുക്കിത് കട്ട് ചെയ്ത് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇനിയിപ്പം ഒരു സ്ലൈസ് നമുക്ക് കട്ട് ചെയ്ത് നോക്കാം. കട്ട് ചെയ്യാൻ നല്ല സോഫ്റ്റാ. ഒരു ചെറിയ സ്ലൈസ് ഞാൻ കട്ട് ചെയ്തെടുക്കുക. ഇതാണ് നമ്മുടെ കൈക്ക്. ചൂട്, എൻ്റെ കൈ ചൂടാണ്, അത്ര തണുത്തിട്ടില്ല. ഞാൻ ഒത്തിരി തണുക്കുന്നതിന് മുമ്പാണ് ഇത് കട്ട് ചെയ്തത്. അപ്പൊ നമ്മുടെ കേക്ക് കഴിക്കാൻ ഇവിടെ ആൾക്കാർ എത്തിയിട്ടുണ്ട്. ഷാൾട്ടെ പിടിച്ചൊരു പീസ് കഴിച്ചിട്ട് പറയണം. കൊച്ചിതേ നോക്കിയിരിക്കുകയായിരുന്നു അവര് കേക്ക് കിട്ടാൻ വേണ്ടിട്ട്. ഉണ്ടടാ കുട്ടാ. ഇനി നമുക്ക് ഇതുപോലുള്ള അടുത്ത കുക്കിംഗ് വീഡിയോസുമായിട്ട് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അപ്പം എല്ലാരും വാച്ച് ചെയ്യുക. കായ്ക്കുട്ട എങ്ങനെ ഉണ്ടടാ? ഷാളുടെ പറഞ്ഞു ബനാന ടേസ്റ്റ് വരുന്നുണ്ടോ? ഓക്കെ. അപ്പം സ്വീറ്റ് ആണോ? ഇനിയിപ്പോ അടുത്ത ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. നിങ്ങൾ ഇത് ട്രൈ ചെയ്ത് നോക്കുക. എങ്ങനെ ഉണ്ടെന്ന് എന്നിട്ട് കമന്റ് അറിയിക്കുക.